അർദ്ധരാത്രി ഇസ്രായേലിന്റെ രഹസ്യ സന്ദേശം എത്തിയത് ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനാണ്. സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ അതീവ രഹസ്യമായുള്ള സന്ദേശമാണ്. അതുമായി ബന്ധപ്പെട്ട പിന്നീട് നടന്ന സംഭവ വികാസങ്ങളൊക്കെ ലോകത്തെ തന്നെ ഞെട്ടിച്ചതാണ്. അതായത് ഇസ്രായേലിന്റെ നിർണായക സന്ദേശം ജെൻസി കലാപത്തെ മുളയിലെ നുള്ളിയിരിക്കുകയാണ്. അജിത് ഡോവലിന്റെ കൂർമ്മ ബുദ്ധി ലേ ലഡാക്കിലെ കഴിഞ്ഞ ദിവസം പൊട്ടിപ്പുറപ്പെട്ട ജെൻസി കലാപം. ആ കലാപം ബംഗ്ലാദേശ് മോഡലായിരുന്നു, നേപ്പാൾ മോഡൽ കലാപമായിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിലൂടെ മുളയിലെ ആ കലാപത്തെ അടിച്ചമർത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ഇന്ത്യ നേപ്പാളിന് സമാനമായി ബംഗ്ലാദേശിന് സമാനമായി ഒരു കലാപം സൃഷ്ടിച്ച രാഷ്ട്രീയ അട്ടിമറിക്ക് രാജ്യത്ത് ശ്രമം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് 2 ദിവസം മുൻപാണ് ഇസ്രായേൽ ചാര സംഘടന ഇന്ത്യക്ക് നൽകിയത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ 2 ദിവസം മുൻപ് ഡൽഹിയിൽ ഒരു അടിയന്തര യോഗം ചേർന്നു. അർദ്ധരാത്രി ശേഷം അജിത് ഡോവൽ എന്ന ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അതീവ രഹസ്യമായി ലഭിച്ച ഈ സന്ദേശവുമായി കുതിച്ചു പാഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും വസതിയിലേക്കാണ്. തുടർന്ന് ഏറ്റവും നിർണായകമായ വളരെ ചുരുങ്ങിയ സമയത്തുള്ള മീറ്റിങ്ങുകൾ, അതിന് പിന്നാലെ ലേയിലെയും ലഡാക്കിലും പൊട്ടിപ്പുറപ്പെട്ടത് രാജ്യവിരുദ്ധമായ പ്രക്ഷോഭമാണെന്ന് അവർ തിരിച്ചറിയുന്നു. ആ രാജ്യവിരുദ്ധ പ്രക്ഷോഭത്തെ വച്ചു പൊറപ്പിക്കാൻ കഴിയില്ല, അത് നീട്ടിക്കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം സ്വീകരിക്കുന്നു. കാരണം നമുക്കറിയാം, ഡീപ് സ്റ്റേറ്റ് കുറെ നാളുകളായി നമ്മുടെ രാജ്യത്തെ, കാരണം അവരുടെ കയ്യിൽ നിൽക്കാത്ത സർക്കാരാണ്, അവർക്കൊരു പാവ സർക്കാരിനെയാണ് വേണ്ടത്. ഇന്ത്യയുടെ സർക്കാർ നല്ല നട്ടലും നെഞ്ചുറപ്പുമുള്ള സർക്കാരാണ്. ഇവരുടെ കാര്യങ്ങൾക്കോ ഇവർ പറയുന്ന കാര്യങ്ങൾക്കോ വഴങ്ങുന്ന സർക്കാരല്ല. അതായത് രാജ്യദ്രോഹപരമായ ഒരു കാര്യങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന സർക്കാർ അല്ല നമ്മുടെ ഭാരതത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇപ്പോഴത്തെ 2014 ശേഷം വന്ന സർക്കാർ എന്ന് പറയുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി അടക്കം ഡീപ് സ്റ്റേറ്റിന്റെ ജോർജ് സോറസിനെ വരെ പോയി കണ്ടതും സംസാരിച്ചതും കൂടിക്കാഴ്ച നടത്തിയതും ഒക്കെ നമ്മൾ കണ്ടതും കേട്ടതും അറിഞ്ഞതും ഒക്കെയാണ്. ആ സമയം മുതൽ ഇവർ ഇന്ത്യയിൽ കലാപങ്ങൾ ഉണ്ടാക്കാൻ, അതുവഴി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നിരന്തരം നടത്തുകയാണ്. ബംഗ്ലാദേശിൽ അവരത് നടപ്പിലാക്കി, ശ്രീലങ്കയിൽ അത് നടപ്പിലാക്കി, നേപ്പാളിൽ അത് നടപ്പിലാക്കി. ഇനി ഇന്ത്യയിൽ കുറെ നാളുകൊണ്ട് ഇവർ ശ്രമിക്കുന്നു. രാഹുൽ ഗാന്ധിയെ കൊണ്ട് പല ബോംബുകൾ ഇട്ട് ഇവർ രാജ്യവിരുദ്ധമായ പല കാര്യങ്ങളും പറഞ്ഞു വരുത്തി അങ്ങനെ ഇന്ത്യ തകർക്കാൻ ഇവർ കുറെ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അതിലൊന്നിലും ഇന്ത്യയിലെ ജനങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. ഇന്ത്യയിലെ ഭരണകൂടം അതിനെയൊക്കെ തല്ലി തകർക്കാനുള്ള എല്ലാ നീക്കങ്ങളും കൃത്യമായി ശക്തമായി നേരിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്ത്യ സൈന്യത്തിന് നിർദ്ദേശം നൽകുന്നു, ജെൻസി കലാപത്തിനെ അടിച്ചമർത്തു. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ അതിന്റെ ഓരോ കാര്യങ്ങളും വിശദമായി പുറത്തു വരികയാണ്. കഴിഞ്ഞ 2-3 ആഴ്ചക്കാലമായി സോനം വാങ്ചുക് എന്ന പരിസ്ഥിതി പ്രവർത്തകന്റെ നേതൃത്വത്തിൽ ലഡാക്കിലെ ലേയിൽ വലിയ സമരം നടക്കുകയാണ്. സമരം സമാധാനപരമായിട്ടുള്ള സമരം, അതായത് നിരാഹാര സമരം. ആ നിരാഹാര സമരം നടക്കുന്നു. കേന്ദ്ര സർക്കാർ കൃത്യമായി അതിനുവേണ്ട പ്രാതിനിധ്യം കൊടുക്കുന്നു, അതിന് അർഹതപ്പെട്ട ഒരു വില കൽപ്പിക്കുന്നു. അടുത്ത മാസം ഒക്ടോബർ മാസം 8-ാം തീയതി നമുക്ക് നേരിട്ട് ചർച്ച ചെയ്യാമെന്ന് ആഭ്യന്തരമന്ത്രി തന്നെ പറയുന്നു. അതുവരെ നിങ്ങൾ സമരവുമായി മുന്നോട്ട് പോകുകയോ പോകാതിരിക്കുകയോ ചെയ്യാം, മറ്റ് അനിഷ്ട സംഭവങ്ങളിലേക്ക് വഴിമാറരുത് എന്ന കേന്ദ്ര സർക്കാർ തന്നെ സമരക്കാരോട് പറയുന്നു. ഞങ്ങൾ തന്നെ സംസാരിക്കും. അങ്ങനെ നിരാഹാര സമരം അതിന്റെ രീതിയിൽ പോവുകയാണ്. അതിനിടയിൽ ഈ സോനം വാങ്ചുക് എന്ന സമരനായകൻ തന്നെ ഭാരത സർക്കാരിന് ഒരു മുന്നറിയിപ്പ് നൽകുന്നു. നിലവിൽ സമാധാനപരമായി പോവുകയാണ് ഈ സമരം നിരാഹാര സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ലോകത്തെല്ലാം നടക്കുന്ന കാര്യങ്ങൾ, ലോകത്തെല്ലാം മാറ്റങ്ങൾ അത് ഇന്ത്യയിലെ യുവാക്കളെയും സ്വാധീനിക്കുന്നുണ്ട്. ബംഗ്ലാദേശിലെ നേപ്പാളിലുമൊക്കെ നമ്മൾ കണ്ട ജെൻസി പ്രക്ഷോഭത്തിനുണ്ടായ ശേഷം ജനിച്ച ചെറുപ്പക്കാർ, ചുറുചുറുക്കുമുള്ള ചെറുപ്പക്കാർ ഏറ്റെടുക്കുന്ന സമരം, ആ സമരം അവർ ഏറ്റെടുത്താൽ അതിൽ അത്ഭുതപ്പെടാനില്ല. അതിൽ ഞങ്ങളെ കുറ്റം പറയരുത്. എന്തായാലും ലഡാക്കിന് പ്രത്യേക സംസ്ഥാന പദവി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ സമരം ചിലപ്പോൾ ജെൻസി പ്രക്ഷോഭകാരികൾ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് സോനം നൽകിയത്. ഇതോടുകൂടി വളരെ കൃത്യമായി ഇന്ത്യൻ ഭരണകൂടം ഇതിനെ നോക്കിക്കാണുന്നതിനിടയിലാണ് ഇസ്രായേലിൽ നിന്ന് അതീവ രഹസ്യമായ ഒരു സന്ദേശം ഇന്ത്യയുടെ സുരക്ഷാ വിഭാഗത്തിലെത്തിയത്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിക്കുന്നത്. മൊസാദാണ് ഈ രഹസ്യ വിവരം
നൽകിയത് എന്നുള്ള ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നറിയില്ല. നേപ്പാളിലും ബംഗ്ലാദേശിലും ഭരണകൂടത്തെ അട്ടിമറിച്ച തരത്തിലുള്ള പ്രക്ഷോഭത്തിന് ഇന്ത്യയിൽ ചില നീക്കങ്ങൾ നടക്കുന്നു. ഇതിന് പിന്നിൽ ചൈനയും പാകിസ്ഥാനുമുണ്ട്. പാകിസ്ഥാന്റെ ചൈനയുടെ പിന്തുണയോട് കൂടി നടക്കുന്ന ഒരു രാഷ്ട്രീയ അട്ടിമറിയായിരിക്കാം ഇത്. അതുകൊണ്ട് തന്നെ കരുതിയിരിക്കുക എന്നൊരു നിർദ്ദേശം, ഒരു സൂചന ഇസ്രായേലിലെ രഹസ്യാന്വേഷണ ഭാഗം ഇന്ത്യക്ക് നൽകുന്നു. അതിന് പിന്നാലെ നാടകീയമായ ചില സംവിധാനങ്ങളാണ് നടന്നത്. ഉടൻ തന്നെ അജിത് ഡോവൽ സുരക്ഷാ മേധാവി എത്തുന്നു. പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രിയുമായി ചർച്ചകൾ നടത്തുന്നു. സൈനിക മേധാവികളുമായി ചർച്ചകൾ നടത്തുന്നു. എങ്ങനെ ഈ ജൻസി പ്രക്ഷോഭത്തെ, അത് വലിയ തോതിൽ പ്രക്ഷോഭവും കലാപവുമായി മാറി അത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ അതിനെ തുടക്കത്തിലെ ഇല്ലായ്മ ചെയ്യുന്നത് എങ്ങനെയാണ്, ഏത് തരത്തിലാണ് എന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. ഒന്നും നോക്കണ്ട, ജൻസി കലാപത്തിലെ തുടക്കത്തിലെ അടിച്ചമർത്തി ഇല്ലായ്മ ചെയ്യുക. നേപ്പാളിലും ബംഗ്ലാദേശിലും രാഷ്ട്രീയ അട്ടിമറിക്കിടയാക്കി അത്രത്തോളം വലിയ രീതിയിൽ അത് ബാധിച്ച ആ രീതിയിലേക്ക് ഇതിനെ എത്തിക്കരുത് എന്ന ഒരു നിർദ്ദേശം ഉണ്ടാകുന്നു. പിന്നാലെ അജിത് ഡോവലിന്റെ ആ കൃത്യമായ കെണി, ആ കെണിയിൽ ജൻസി പ്രക്ഷോഭർ വീഴുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ നിരവധി ആക്രമണങ്ങൾ നടത്തിയെങ്കിലും പട്ടാളം മണിക്കൂറുകളോളം തിരിച്ചടിയിൽ നിരവധി പ്രക്ഷോഭകാരികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. കൂടാതെ ഈ അടിച്ചമർത്തലിൽ പട്ടാളത്തിന്റെ അടിച്ചമർത്തൽ ഭയന്നുകൊണ്ട് ഈ പ്രക്ഷോഭം അങ്ങ് പൂർണ്ണമായി അവസാനിച്ചു. ഇപ്പോൾ ലഡാക്ക് സമാധാനപരമാണ്. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആക്രമണം നടത്തുന്നവർക്കെതിരെ മുഖം നോക്കാതെ തിരിച്ചടിക്കുമെന്ന് സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നു. ഇവിടെ സോനം വാങ്ചുക്കിന്റെ നേതൃത്വത്തിൽ നടന്ന വലിയ ഗൂഢാലോചനയാണ് ഈ പ്രക്ഷോഭത്തിനും കലാപത്തിനും പിന്നിലെന്ന് കേന്ദ്ര സർക്കാർ തന്നെ കണ്ടെത്തിയിരിക്കുന്നു. കോൺഗ്രസുമായി വലിയ അടുപ്പം പുലർത്തുന്ന ബന്ധമുള്ള നേതാവാണ് സോനം വാങ്ചുക്. അതുമാത്രമല്ല, ചൈനയുടെ ഭരണകൂടവുമായി നിരന്തര ബന്ധമുള്ള, ചൈനയുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി ലഭിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് സോനം വാങ്ചുക്. സോനം വാങ്ചുകിനെ അറസ്റ്റ് ചെയ്യാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ പ്രക്ഷോഭത്തിന് പിന്നിൽ സോനം വാങ്ചുകിന്റെ കുബുദ്ധി ഉണ്ട് എന്ന് കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു. ഇത് സംബന്ധിച്ച് നിർണായകമായ വിവരങ്ങൾ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒരു വലിയ ആപത്ഘട്ടത്തിൽ നിന്ന് ഇന്ത്യയെ സഹായിച്ച് ഇസ്രായേൽ എന്ന് കൃത്യമായി പറയാം. ഇസ്രായേലിന് കൃത്യമായ സുരക്ഷാ മുന്നറിയിപ്പ് ഇന്ത്യക്ക് നൽകിയത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വലിയ ആപത്തിൽ നിന്നും ഇന്ത്യ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, നേപ്പാളിലൊക്കെ കണ്ടതുപോലെ വലിയ അക്രമത്തിന്റെ രീതിയിലേക്ക് ചില ഗൂഢശക്തികൾ നിയന്ത്രിക്കുന്ന ഒരു തരത്തിലേക്ക്, വലിയൊരു അക്രമത്തിലേക്ക് ഇന്ത്യ മാറിയിരുന്നെങ്കിൽ ഇന്ത്യ ഇന്ന് നിന്ന് കത്തുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയനെ. അതിലോട്ടൊന്നും പോകാതെ കൃത്യസമയത്ത് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് നമുക്ക് കിട്ടി. അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ദേശീയ ഉപദേഷ്ടാവായ അജിത് ഡോവലിന് കഴിഞ്ഞു. അതിലൂടെ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കൃത്യമായി അത് കണക്കുകൂട്ടലുകൾ നടത്താൻ പറ്റി. അതുവഴി സൈന്യത്തിനോട് പറഞ്ഞു. സൈന്യം ഇറങ്ങി ഒരൊറ്റ എണ്ണത്തിനെ പോലും, അതായത് ഇന്ത്യയിൽ കലാപം നടത്തി ഇന്ത്യൻ സർക്കാരിനെ അട്ടിമറിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരൊറ്റ എണ്ണവും ഇനി നേരെ ചൊവ്വേ ജീവിക്കില്ല എന്നുള്ള മറുപടിയാണ് സൈന്യം നൽകിയത്. അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ നേപ്പാളിലും ബംഗ്ലാദേശിലുമൊക്കെ കണ്ടതുപോലത്തെ അലിമ്പ് പരിപാടികൾ ഇന്ത്യയിലും ചെയ്യണമെന്ന് ഏവനെങ്കിലും തീരുമാനിച്ചാൽ ഇവിടെ ഒരു ആഭ്യന്തരമന്ത്രിയുണ്ട്, ഇവിടെ ഒരു പ്രതിരോധ മന്ത്രിയുണ്ട്, അതിന് മേലെ ഇവിടെ ചങ്കുറപ്പുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ട് എന്ന് നിങ്ങൾക്ക് മറക്കാതിരിക്കുക.